തൻ്റെ ദയനീയ പരാജയത്തിന് കാരണമായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്ന് തോമസ് ചാഴിക്കാടൻ. LDF പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് മാത്രമല്ലെന്ന പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നിലപാടിന് ഘടകവിരുദ്ധമാണ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ കൂടിയായ ചാഴിക്കാടൻ്റെ നിലപാട്. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചാഴിക്കാടൻ ആഞ്ഞടിക്കുകയായിരുന്നു. നവകേരള സദസ്സിൽ വെച്ച് റബ്ബർ വിഷയം സംസാരിച്ചതിന് തന്നെ പരസ്യമായി മുഖ്യമന്ത്രി ശകാരിച്ചിരുന്നു. ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഗുണമായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിനും ഇടയാക്കിയത് ഈ സംഭവമാണെന്ന് ചാഴിക്കാടൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ട് പോലും ഇത്തവണ തനിക്ക് ലഭിച്ചില്ല. സർക്കാരിനെതിരായ വികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. മന്ത്രി വാസവൻ മുമ്പ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ നേടിയ LDF വോട്ടുകൾ പോലും തനിക്ക് ഇക്കുറി ലഭിച്ചില്ല. ഇത് ഗൗരവമായി കാണണം. NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയതും ജനാധിപത്യ ശക്തികളുടെ കണ്ണ് തുറപ്പിക്കണമെന്ന് തോമസ് ചാഴിക്കാടൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി തന്നെ ശകാരിച്ചത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. വികസന ഫണ്ട് 100% ചെലവഴിച്ചു എന്ന പ്രചരണമായി രംഗത്തിറങ്ങിയ തനിക്ക് വൈക്കമൊഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ഭൂരിപക്ഷം ലഭിച്ചില്ല. സംസ്ഥാനത്ത് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു താൻ. വേണ്ടത്ര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയവും ലഭിച്ചു. എന്നിട്ടും പരാജയം കനത്തതായത് ഇടതുമുന്നണി ഗൗരവമായി എടുക്കണമെന്നും ചാഴിക്കാടൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം ചാഴിക്കാടൻ്റെ തുറന്ന പറച്ചിലുകളെ ചെയർമാനടക്കം പാർട്ടിയിലെ ഉന്നത വ്യക്തിത്വങ്ങൾ ഗൗരവമായി എടുക്കുമോ എന്നതാണ് സംശയം. രാജ്യസഭാ സീറ്റ് സമ്മർദ്ദങ്ങളിലൂടെ നേടിയെടുത്ത പാർട്ടിയെ പിന്തുണച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. ഇതിനിടെ ചാഴിക്കാടൻ നിലപാടിനോട് യോജിപ്പുള്ളവർ പാർട്ടിയിൽ ഏറെ ഉള്ളതായാണ് വിവരം. തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി കോട്ടയത്തെ LDF നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം നിലവിലുള്ള സാഹചര്യത്തിലാണ് ചാഴിക്കാടൻ്റെ ഈ തുറന്നു പറച്ചിൽ.